ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇനി പൊടി പാർന്ന പൂരക്കാലമാണ്. രണ്ട് ടീമുകൾ ഇതിനോടകം തന്നെ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ആയതോടെ ആദ്യ 4 സ്ഥാനത്തിനായി ശേഷിക്കുന്ന 8 ടീമുകൾ തമ്മിലാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. IPL 2026 സീസൺ പ്ലേ ഓഫിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. മിക്ക ടീമുകൾക്കും 2-3 മത്സരങ്ങൾ മാത്രമാണ് നിലവിൽ ശേഷിക്കുന്നത്. മുംബൈയും ലക്നൌവും പുറത്തായതോടെ ഇനി പോരാട്ടം പോയിന്റ് ടേബിളിൽ 3 മുതൽ 8 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ തമ്മിലാണ്. പോയിന്റ് ടേബിളിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ള RCBയും ഗുജറാത്ത് ടൈറ്റൻസും പോലും സുരക്ഷിതരല്ല എന്നതാണ് ഈ സീസണിന്റെ പ്രത്യേകത. ഇരുവർക്കും 2 വീതം മാച്ചുകൾ ശേഷിക്കെ പരമാവധി 20 പോയിന്റ് വരെ നേടാനാകും. അങ്ങനെയെങ്കിൽ 3ഉം 4ഉം സ്ഥാനത്തിനായുള്ള പോരാട്ടമാണ് കടുക്കുക. 11 മത്സരങ്ങൾ മാത്രം കളിച്ച ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ് എന്നിവർ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ ഒരു മാച്ച് കൂടുതൽ കളിച്ച 14 പോയിന്റ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിയർക്കും. സീസണിന്റെ അവസാന ഘട്ടത്തിൽ വിറച്ചില്ലെങ്കിൽ രാജസ്ഥാനും ചെന്നൈക്കും പഞ്ചാബിനും ഇനിയും ആദ്യ 4-ൽ അവസരം നേടാനാകും. എന്നാൽ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ കുതിച്ച് പഠിക്കൽ കലമുടയ്ക്കുന്ന പഞ്ചാബ് കിങ്സ് ആദ്യ 4-ൽ നിന്ന് തന്നെ പുറത്താകുന്ന സ്റ്റേജിലാണ്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ജയിച്ചാൽ മാത്രമേ RRനും CSKയ്ക്കും പഞ്ചാബിനും പ്ലേ ഓഫ് ഉറപ്പിക്കാനാകൂ. പ്ലേ ഓഫ് കളിക്കണമെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനും അടുത്ത 2 മാച്ചും ജയിക്കണം. നിലവിലെ ഫോമിൽ ഹൈദരാബാദിന് അതിന് സാധിക്കും. അങ്ങനെയെങ്കിൽ പ്ലേ ഓഫിലെ 4ാം സ്ഥാനക്കാരെ കണ്ടെത്താനാണ് യഥാർത്ഥ സൂപ്പർ ക്ലാഷുകൾ നടക്കാനിരിക്കുന്നത്. ഇനി IPLലെ ഹൈ വോൾട്ടേജ് മാച്ചുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.